ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആവട്ടെ, ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ 4 ചേരുവകൾ ചേർത്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി പുഡിങ്ങാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ റെസിപ്പി. ഒരു പാൻ ചൂടായി വന്ന ശേഷം അതിലേക്കൊരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായ ശേഷം നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് കട്ടാക്കിയ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ഒരു കപ്പ് നേരിയ സേമിയം ചേർത്ത് കൊടുക്കാം. കനം കുറഞ്ഞിട്ടുള്ള സേമിയ ഉണ്ടാവില്ലേ, അത് ചേർത്തിട്ട് അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ടീസ്പൂണും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഇത് വറുത്തിട്ടെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി തീയൊന്ന് ഓഫ് ചെയ്ത ശേഷം എല്ലാതും ചേർത്തെടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് വേണം നമുക്ക് തീ കത്തിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതുപോലെ പഞ്ചസാര ഇട്ടെടുത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കപ്പ, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പൂളാന്ന് പറയും, ഇതൊന്ന് നല്ലപോലെ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ഇതിൽ ചേർത്ത് നല്ലപോലെ ഉടച്ച് ഇനി തീ കത്തിച്ചെടുക്കാം. എന്നിട്ട് ഈ പാലൊക്കെ നല്ലപോലെ വറ്റി വരുന്ന വരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബദാമും അണ്ടിപ്പരിപ്പും ഇതിന് മേലെ ഇങ്ങനെ ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.